അങ്ങനെ ഇന്നും ഞങ്ങൾ കോയമ്പത്തൂർ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഞങ്ങൾ 4 ആളല്ലേ പോവാറ്. ഇന്ന് 6 ആളുണ്ട് കേട്ടോ. കൂടെ കുഞ്ഞും ഉമ്മയും കൂടി വന്നിട്ടുണ്ട്. കുഞ്ഞു മൂത്തച്ഛൻ്റെ മോനാണ്. അപ്പോൾ അവന് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ബോറടിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവന് കൂടെ കൂടി. പിന്നെ ഉമ്മാൻ്റെ കണ്ണൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് ഫസ്റ്റുള്ള ആ ഒരു പഴയ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. കോയമ്പത്തൂർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുതിയ ഈ ഒരു ബിൽഡിങ് അതിൻ്റെ പുതുതായിട്ടുള്ളൊരു ഇത് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇത് അതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് മുന്നെടുത്തിട്ടുള്ളൊരു വീഡിയോ മാറ്റിയിട്ടുള്ള ഹോസ്പിറ്റൽ അടിപൊളിയാണ് കേട്ടോ. പാർക്കിങ്ങും അതുപോലെ തന്നെ ലിഫ്റ്റും കാര്യങ്ങളും നല്ല വൃത്തിയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ രാവിലെ പോയ ഒരു ദിവസം കണക്കാട്ടോ, വൈകുന്നേരം വരെ നിൽക്കണം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പലരും പലതാണ് കേട്ടോ കഴിച്ചത്. റോസ് മിൽക്ക്, അതുപോലെ ഐസ്ക്രീം, അങ്ങനെ പലരും കേക്കും, അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഒന്നൊന്നല്ല കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കേട്ടോ. കുറേ ടൈം കഴിഞ്ഞിട്ടാണ് മടങ്ങിയത്. കോയമ്പത്തൂർ പോവാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. കാരണം രാവിലെ പോയി വൈകുന്നേരം വരെ അവിടെ നിൽക്കണ്ടേ, ഇരിക്കുകയും ചെയ്ത് നമ്മൾ മടുക്കും കേട്ടോ. കാരണം ഓരോ ഭാഗത്തുനിന്ന് അപ്പുറത്ത് അങ്ങനെ നോക്കിങ്ങാണ്ട് വേണം കേട്ടോ. പിന്നെ ഞാനും കുഞ്ഞാക്കും ഏകദേശം ഒരേ കളർ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഞങ്ങളവിടെ പോകാറുള്ളത് ഫാദിക്കുട്ടിൻ്റെ കണ്ണ് കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നല്ല മാറ്റമുണ്ട്. ഇവിടെ ചെന്നാൽ ഇഷ്ടപ്പെടില്ലെങ്കിലും പോകുന്ന വഴി കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ആ ഒരു റോഡിലുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു സൺസെറ്റ് അടിപൊളിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അവിടെ പൊന്നേരിൻ്റെ ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു വെറും ചോറ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ ബിരിയാണി, കൂൺ ബിരിയാണിയാണ് ഉണ്ടാവാറ്. അത് ഭയങ്കര എരിയായിരിക്കും. ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു ചായയും ഉള്ളിവട എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിറങ്ങി. പിന്നെ ഞങ്ങളൊരു ഡയറി മിൽക്കൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി. ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പഴയ നമ്മുടെ നെസ്റ്റു ആണ് ആ ഒരു നൂലുമിഠായി. ഇത് നമ്മൾ കറക്കി കളിക്കും, അതുപോലെ തന്നെ കറക്കി വായിലിട്ടിട്ട് കഴിക്കാറുണ്ട്. വണ്ടിയിൽ ഏസിട്ട് കഴിഞ്ഞാൽ അപ്പം തലവേദനിക്കുന്ന ഒരാളാണ് കേട്ടോ ഫാദിക്കുട്ടി. അപ്പോൾ അവൻ അങ്ങനെ എൻ്റെ മടിയിൽ മുന്നിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ യാത്ര ചെയ്താലും അവനക്ക് അത്യാവശ്യം തലവേദനയ്ക്ക് വരാറുണ്ട്. വരുന്ന വഴിക്കാണ് കേട്ടോ നാത്തൂൻ്റെ വീടുള്ളത്, മുണ്ടൂരാണ്. അപ്പം ഞങ്ങൾ അധികം അവിടെ കയറിയിട്ടാണ് കേട്ടോ വരാറുള്ളത്. അങ്ങനെ അവളെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. കപ്പിയും ചായയും ബേക്കറി ഐറ്റംസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മിഠായി അവിടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു. അങ്ങനെ കുഞ്ഞാക്ക് ഏകദേശം വണ്ടി ഓട്ടി തളർന്നു എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് കുറച്ച് നേരം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താമസിയാതെ മണ്ണാർക്കാട് എത്തി. അപ്പോൾ വീട്ടിലേക്കുള്ള കഴിക്കാനുള്ള പാർസലും കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ഇവിടെ വന്നാൽ പിന്നെ കുക്ക് ചെയ്യലും കാര്യങ്ങളൊന്നും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.